1992 പുറത്തിറങ്ങിയ സതയം ഏറ്റവും തീവ്രമായ മാനസികാനുഭവം നൽകുന്ന ഒരു സിനിമയാണ്. MD വാസുദേവൻ നായരുടെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രം ഒരു സൈക്കോളജിക്കൽ ട്രാജഡിയായി ഇന്നും ചിലരെയെങ്കിലും വേട്ടയാടുന്നുണ്ടാകാം. മോഹൻലാലിൻ്റെ സത്യനാഥൻ്റെ ചെയ്തികൾ ഭയപ്പെടുത്തുന്നതാണ്. 2 യുവാക്കളെയും 2 പെൺകുട്ടികളെയും കൊലപ്പെടുത്തുന്ന കഥാപാത്രം. സത്യനാഥൻ പേറുന്ന വേദനയും ഭ്രാന്തമായ അസ്വസ്ഥതയും പ്രേക്ഷകനെ അത്രമേൽ ആലോസരപ്പെടുത്തും. മോഹൻലാൽ സത്യനാഥനായി മാറിയ നിമിഷങ്ങളിൽ അഭിനയം എന്ന രേഖ ഇല്ലാതാകുന്നു. മുഖത്തെ ചെറിയ വിറയലുകൾ, കണ്ണുകളിലെ ഭ്രാന്തമായ തിളക്കം, ഉള്ളിൽ തിളച്ചുമറിയുന്ന വേദനയെ വാക്കുകളില്ലാതെ പുറത്തേക്കൊഴുക്കുന്ന പ്രകടനം, അതെല്ലാം സത്യനാഥനെ കഥാപാത്രം എന്നതിലുപരി ഒരു അസാധാരണ മനുഷ്യനായി നമ്മുടെ ഒപ്പം നിർത്തുന്നു. ജയിലിൽ വധശിക്ഷ കാത്തിരിക്കുന്ന സത്യനാഥന് ജീവിക്കാനുള്ള ആഗ്രഹം പോലും ബാക്കിയില്ല. ചെയ്തതിനെക്കുറിച്ച് പശ്ചാത്താപമില്ല. ജീവിതത്തെക്കുറിച്ചുള്ള തീർത്തും ക്ഷീണിച്ച ഒരു ബോധമാണ് അയാളെ ചുറ്റിപ്പറ്റുന്നത്. കഴുമരത്തിലേക്ക് നടന്നെടുക്കുന്ന അവസാന നിമിഷങ്ങളിൽ പോലും മോഹൻലാൽ പ്രകടിപ്പിച്ച ഭാവങ്ങൾ പ്രേക്ഷകനെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നതാണ്. ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ഉണരാൻ ശ്രമിച്ചുകൊണ്ടാകണം പ്രേക്ഷകർ അന്ന് തിയേറ്റർ വിട്ടിട്ടുണ്ടാവുക. എൻ്റെ പേനയേക്കാൾ നന്നായി സത്യനാഥൻ്റെ വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ആ ധാരണ തെറ്റാണെന്ന് മോഹൻലാൽ തെളിയിച്ചു എന്നായിരുന്നു സത്യനാഥനെ സൃഷ്ടിച്ച MD പിന്നീട് പറഞ്ഞത്. ആ വാക്കുകൾ തന്നെയാണ് ആ കഥാപാത്രത്തിനും മോഹൻലാലിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം.